ഡിഫൻഡിംഗ് ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് തങ്ങളുടെ വേൾഡ് കപ്പിലെ രണ്ടാം പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. ആദ്യ മത്സരത്തിൽ അൾജീരിയയെ തകർത്തെറിഞ്ഞതിൻ്റെ വലിയ വിശ്വാസത്തിലാണ് സ്കലോണിപ്പട ഇന്ന് കളത്തിലേക്ക് ഇറങ്ങുന്നത്. വമ്പന്മാരായ ഓസ്ട്രിയയാണ് അർജന്റീനയുടെ എതിരാളികൾ. ഇന്ന് രാത്രി 10:30 ഈ ഒരു മത്സരം നടക്കുന്നത്. ഇന്നത്തെ മത്സരത്തിൽ അർജന്റീനക്ക് ആരെല്ലാം സ്റ്റാർട്ട് ചെയ്യും? സ്കലോണി വലിയ മാറ്റങ്ങൾ വരുത്തുമോ? പ്രതിരോധ നിരയിൽ ഗോൺസലോ മോണ്ടിയലിന് പകരം മൊളീനയെയും, മുന്നേറ്റ നിരയിൽ തിയാഗോ അൽമേഡയ്ക്ക് പകരം ഗോൺസലസിനെയും, ലൗത്തറോ മാർട്ടിനസിന് പകരം ഹൂലിയൻ അൽവരസിനെയും സ്കലോണി ടീമിൽ ഉൾപ്പെടുത്തിയേക്കും. അതേസമയം യുവ സൂപ്പർ താരം അർജന്റീന ആരാധകരുടെ വലിയ പ്രതീക്ഷയാണ് വെറും 20 വയസ്സ് മാത്രം പ്രായമുള്ള നിക്കോ പാസ്. കഴിഞ്ഞ മത്സരത്തിൽ ലിയോ മെസ്സിക്ക് പകരമായി 81-ാം മിനിറ്റിലാണ് നിക്കോ പാസിനെ സ്കലോണി ഗ്രൗണ്ടിലേക്ക് വിടുന്നത്. സ്കലോണിയുടെ ആയുധപ്പുരയിലെ ഏറ്റവും മൂർച്ചയുള്ള യുവ ആയുധങ്ങളിലൊന്നാണ് നിക്കോളാസ് പാസ് എന്ന നിക്കോ പാസ്. ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിക്കുന്ന യുവ സൂപ്പർ താരം സീരിയയിൽ മിന്നും പ്രകടനം നടത്തിയത് ആരാധകരെ വണ്ടടിപ്പിച്ചിട്ടുണ്ട്. അതേ പ്രകടനം ഈ വേൾഡ് കപ്പിലും അർജന്റീന ജേഴ്സിക്കായി നടത്തുമെന്ന കാത്തിരിപ്പിലാണ് ഓരോ ഫുട്ബോൾ ആരാധകരുമുള്ളത്. ലിയോ മെസ്സിക്ക് പകരമായി അർജന്റീൻ മധ്യനിര ഏറ്റെടുക്കാൻ ശേഷിയുള്ള യുവതാരം എന്ന പേര് ഇപ്പോഴേ നിക്കോ പാസിനുണ്ട്. അദ്ദേഹത്തിൻ്റെ വേൾഡ് കപ്പിലെ അരങ്ങേറ്റം കഴിഞ്ഞ മത്സരത്തിൽ തന്നെ നമ്മൾ കണ്ടു. എന്നാൽ 11 മിനിറ്റ് മാത്രമാണ് താരം ഗ്രൗണ്ടിലുണ്ടായിരുന്നത്. ഇന്നത്തെ മത്സരത്തിൽ സ്കലോണി അദ്ദേഹത്തിന് സ്ഥാനം നൽകുമോ? പ്ലേയിങ് 11-ൽ സ്ഥാനമുണ്ടാകില്ലെന്ന് ഉറപ്പാണ്. മത്സരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പകരക്കാരനായി കളത്തിലേക്ക് ഇറങ്ങാൻ വലിയ സാധ്യത തന്നെയുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ 10-ാം നമ്പറുകാരനായ ലിയോക്ക് പകരമായിരുന്നു നിക്കോ പാസ് കളത്തിലേക്ക് ഇറങ്ങിയത്. നിലവിൽ അറ്റാക്ക് മിഡ്ഫീൽഡ് റോളിൽ കളിക്കുന്ന താരം ലിയോ മെസ്സിയെ പോലെ തന്നെ ഒടുക്കത്തെ ട്രിബിളിംഗ് ആണ്. അതുപോലെ തന്നെ ത്രൂ പാസുകളും ലോങ് റേഞ്ചർ ഷോട്ടുകൾ കൊണ്ടും പേരുകേട്ടവൻ. താരത്തെ സ്കലോണി ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കുമെന്ന് തന്നെ കരുതാം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കണ്ടുമുട്ടാം.